ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് തലശ്ശേരി സ്പെഷ്യലായിട്ടുള്ള ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഞാനിത് വഴറ്റിയിട്ടല്ല വെക്കുന്നത്, കുക്കറിൽ എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടാണ് വെക്കുന്നത്. ഇതിലേക്ക് ഒരു 5 വലിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി സവാളയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണം. 2 ടേബിൾ സ്പൂണ് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇവിടെ ഞാൻ ഒരു 7 പച്ചമുളക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് കഴുകിയെടുത്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീഫിന് പകരം ചിക്കനും വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എള്ളെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണയ്ക്ക് പകരം സാധാരണ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. ഇതിൽ ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്, അത് വീഡിയോയിലില്ല. ഇതിവിടെ ഞാനിപ്പോൾ 1 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് റെഡിയാക്കി എടുക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഗീ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഓയിൽ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഏലക്കായും ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 6 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി വറുത്ത് കൊടുക്കാം. ഇതൊന്ന് 5 മിനിറ്റോളം നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ഗ്രേവി ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ നല്ലോണം വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 കപ്പോളം വെള്ളം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ ആ 2 കപ്പ് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലാണ് അടച്ചു വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് അടച്ചു വെക്കാം. ഈ സമയം നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം, എരിവൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമ്മളുടെ റൈസ് റെഡിയാവും. ബിരിയാണി പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. എല്ലാവരുടെയും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.